ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനീഷ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിജു മേനോൻ നായകനായി എത്തിയ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് കാലടി പോലീസ് സ്റ്റേഷനിലുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ആന്റണി സേവറിനെ കാണിച്ചുകൊണ്ടാണ്. ആന്റണിയാണ് ഈ സിനിമയിലെ നായകൻ. ആന്റണിക്ക് ഫിലിപ്പ് എന്നൊരു മകനുമുണ്ട്. ആന്റണിയും മകൻ ഫിലിപ്പും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലൊന്നും ആയിരുന്നില്ല. ആന്റണിയുടെ ഭാര്യ മേരി പ്രസവത്തിനിടയിൽ മരിച്ചു പോയതാണ്. ഭാര്യ മേരി മരിച്ചത് മകൻ ഫിലിപ്പ് കാരണമെന്നാണ് ആന്റണി മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനാലാണ് ആന്റണിക്ക് മകൻ ഫിലിപ്പിനെ അത്ര കാര്യമല്ലാത്തതും. അതേസമയം ആന്റണിയുടെ സ്റ്റേഷനിലേക്ക് ദീപ്തി എന്നൊരു പെൺകുട്ടി തന്റെ അമ്മ രേവതിയുടെ കൂടെ രാജീവ് എന്നൊരു പയ്യൻ തന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് എന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതായി കാണിക്കുന്നു. ദീപ്തിയെയും അമ്മയെയും ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഐറിൻ എന്നൊരു പെൺകുട്ടിയാണ്. ഐറിനും ദീപ്തിയും നല്ല കൂട്ടുകാരാണ്. മാത്രവുമല്ല ഐറിൻ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയുമായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ദീപ്തി രാജീവിന്റെ മേൽ കേസ് ഫയൽ ചെയ്യണമെന്ന വാശിയിലായിരുന്നു. അതുകൊണ്ട് CI ആന്റണി ദീപ്തിയുടെ അമ്മയോട് പറയുകയാണ്, ഈ കേസിൽ ദീപ്തിയുടെ മേലും തെറ്റുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ഇവർ ഒരുമിച്ച് പഠിക്കുന്നവരല്ലേ, അതിൽ 2 വർഷമായി അവർ പ്രണയത്തിലായിരുന്നു. സംഭവം നടന്ന ദിവസം ദീപ്തി കോളേജിലേക്കാണെന്നും പറഞ്ഞു പോയത് പാർട്ടി നടന്നുകൊണ്ടിരുന്ന രാജീവിന്റെ വീട്ടിലേക്കാണ്. പാർട്ടിക്കിടയിൽ വെച്ച് ദീപ്തി രാജീവിന്റെ കൂടെ അവന്റെ മുറിയിലേക്കും പോയി. അതേസമയം ദീപ്തിയുടെ ഫോണിലേക്ക് സിജു എന്നൊരു പയ്യന്റെ മെസ്സേജും വന്നു. അത് കണ്ടിട്ടാണ് രാജീവും ദീപ്തിയും തമ്മിൽ വഴക്കായത്. ഈ മെസ്സേജ് അയച്ച സിജോയും ദീപ്തിയും തമ്മിൽ 1 വർഷക്കാലമായി സ്നേഹത്തിലായിരുന്നു. അതായത് ഒരേ സമയം 2 പേരെയാണ് ദീപ്തി സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കോളേജിൽ അന്വേഷിച്ചപ്പോൾ ദീപ്തിയുടെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞതാണ്. അവരെല്ലാവരും പറയുന്നത് ദീപ്തിയും രാജീവും തമ്മിൽ വഴക്കായപ്പോൾ ആ ദേഷ്യത്തിൽ ദീപ്തി ഉണ്ടാക്കിയ കള്ളക്കേസാണെന്നാണ്. അതെല്ലാം കേട്ട് ദീപ്തിക്ക് വളരെയധികം സങ്കടമാകുന്നുണ്ടായിരുന്നു. ഞാനും രാജീവും തമ്മിൽ സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ഇതെല്ലാം കണ്ട് നിസ്സഹായയായി തൊട്ടടുത്തായി ASI വിദ്യയും നിൽപ്പുണ്ടായിരുന്നു. ആന്റണി ദീപ്തിയുടെ അമ്മ രേവതിയോട് പറയുകയാണ്, നോക്ക് രേവതി, മോളുടെ ഭാഗത്തും തെറ്റുണ്ട്. മാത്രവുമല്ല മോള് പറയുന്ന രാജീവിന്റെ അച്ഛൻ മുരളിയും ഒക്കെ വലിയ സ്വാധീനമുള്ളവരാണ്. നമ്മൾ ഈ കേസ് ഫയൽ ചെയ്താൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവര് പറയും. അവസാനം ദീപ്തി കുറ്റക്കാരിയുമാകും. അതിനാൽ ഈ കേസ് ഫയൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. അങ്ങനെ അമ്മ രേവതി ദീപ്തിയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും പോവുകയാണ്. കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ദീപ്തിയെ കണ്ട് സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ഐറിൻ, എന്ത് പറ്റി ദീപ്തി, കേസ് ഫയൽ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ദീപ്തിയുടെ അമ്മ രേവതി, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ദീപ്തി അമ്മയോട്, അമ്മേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ, ഞാനന്ന് കോളേജിലേക്ക് തന്നെയാണ് പോയത്, അവന്റെ വീട്ടിൽ പാർട്ടിക്കൊന്നും പോയിട്ടില്ല അമ്മേ എന്നും പറഞ്ഞു കരയുന്നു. മകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരുന്ന ദീപ്തിയുടെ അമ്മ, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് പറയുന്നു. അത് കേട്ട് ദീപ്തി അതിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അതുകൊണ്ട് ദീപ്തിയുടെ അമ്മ അവിടെ തല കറങ്ങി വീഴുന്നു. ആന്റണി ദീപ്തിയെ കുറിച്ച് അവളുടെ അമ്മ രേവതിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമായിരുന്നു. രാജീവിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടാണ് ആന്റണി അങ്ങനെയെല്ലാം പറഞ്ഞത്. അടുത്ത സീനിൽ ആന്റണി തന്റെ മകൻ ഫിലിപ്പിനെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതായി കാണിക്കുന്നു. അതേസമയം ദീപ്തിയുടെ ചോര പുരണ്ട തുണിയുമായി ഐറിൻ അവിടേക്ക് വന്നിട്ട് ആന്റണിയുടെ മേശയിലേക്ക് ഇട്ടു. എന്നിട്ട്, ഇതാ പാവം ദീപ്തിയുടെ ചോരയാണ്, നിങ്ങൾക്ക് ഇതാണല്ലോ ഇഷ്ടം, ഇത് കഴിച്ചോളാൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ആന്റണി അവിടെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആന്റണിയുടെ മകൻ ഫിലിപ്പ് ഐറിനോട്, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് പറയുന്നു. അതിനൈറിൻ, നീ പോറ ചെറുക്കാം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആദ്യം നിന്റെ അച്ഛനെ പഠിപ്പിക്കുക എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ 1 വർഷം കടന്നുപോയി. ഇപ്പോൾ കുട്ടിക്കാലത്തുള്ള ഐറിന്റെ വീട് കാണിക്കുകയാണ്. ഐറിന്റെ വീട്ടിൽ അച്ഛൻ സാമുവലും അമ്മ തെരേസയുമാണുള്ളത്. നല്ല സന്തോഷത്തോടെയാണ് അവരുടെ ആ കൊച്ചു കുടുംബം കഴിഞ്ഞിരുന്നത്. ഐറിന്റെ അച്ഛൻ സാമുവൽ ഒരു ഹാക്കർ ആയിരുന്നു. ഐറിന്റെ വീട് കുട്ടിക്കാലത്തായിരുന്നെങ്കിലും ഐറിൻ ജോലി ചെയ്തിരുന്നത് കാലടിയിലായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ഐറിൻ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അതേസമയം സീൻ കട്ടായി ആന്റണി ഒരു ലോഡ്ജിലേക്ക് വരുന്നതായി കാണിക്കുന്നു. ആ ലോഡ്ജിലെ ഒരു മുറിയിൽ ആന്റണിയുടെ മകൻ ഫിലിപ്പ് ആ പണക്കാരൻ പയ്യൻ രാജീവിന്റെ കൂടെ ഇരുന്ന് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് കലിപ്പായ ആന്റണി രാജീവിനെ അവിടെ നിന്നും അടിച്ചോടിക്കുകയാണ്. ഒപ്പം തന്റെ മകൻ ഫിലിപ്പിനിട്ടും 2 എണ്ണം കൊടുക്കുന്നു. അതിൽ കലിപ്പായ ഫിലിപ്പ് ആന്റണിയെ തള്ളിവിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അതേസമയം ജോലിക്കായി കാലടിയിലേക്ക് വന്ന ഐറിൻ ഇതുവരെ തന്റെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല ഐറിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അതിനാൽ പേടിച്ചുപോയ ഐറിന്റെ അച്ഛൻ സാമുവൽ തന്റെ മകളുടെ കൂട്ടുകാരിയായ വീണയെയും കൂട്ടി കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന CI ആന്റണിയോട് തന്റെ മകളെ രാത്രി മുതൽ കാണാനില്ലെന്നും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും ഇന്നലെ ഫ്ളാറ്റിൽ വന്നതിനു ശേഷം സാധനങ്ങൾ വാങ്ങുന്നതിനായി വെളിയിലേക്ക് പോയിരുന്നു, അപ്പോൾ ഞങ്ങളെ ഫോൺ ചെയ്തിരുന്നു,
പറയുന്നു, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മകളുടെ കാറിന്റെ ഡോറിൽ ആരോ തട്ടുന്നു എന്നും പറഞ്ഞാണ് കോൾ കട്ട് ചെയ്തത്. അതിനുശേഷമാണ് മകളെ വിളിച്ചിട്ട് കിട്ടാതായതും എന്ന് പറയുന്നു. അതിന് CI ആന്റണി ആ കാറിന്റെ ഡോറിൽ തട്ടിയത് ആരാണെന്ന് വല്ലതും മകൾ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിന് സാമുവൽ, ഇല്ല, അതാരാണെന്നറിയില്ല, പക്ഷെ ഒരിക്കൽ മോള് വീട്ടിൽ വന്നപ്പോൾ ഇവിടെയുള്ള രാജീവ് എന്ന ഒരു പയ്യൻ മോളെ ഭീഷണിപ്പെടുത്തുന്നതായി പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതായത് ഐറിൻ വണ്ടിക്ക് മുമ്പിൽ ചാടി മരിച്ച ദീപ്തി എന്ന പെൺകുട്ടിയുടെ കേസിൽ ഇൻവോൾവ് ആയിരുന്നല്ലോ. ദീപ്തി മരിച്ചെങ്കിലും ദീപ്തിക്ക് ന്യായം കിട്ടണം എന്നും പറഞ്ഞ് ആ കേസ് ഐറിൻ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ആ രാജീവ് ഐറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. അതിന് ആന്റണി സാമുവലിന്റെ കൂടെയുള്ള വീണയോട് ഈ രാജീവിനെ കുറിച്ച് ഐറിൻ വല്ലതും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിന് വീണയും, ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല എന്നും പറയുന്നു. അങ്ങനെ ഐറിനെ കാണാനില്ല എന്ന കംപ്ലൈന്റ് എഴുതി കൊടുത്തതിനു ശേഷം സാമുവലും വീണയും അവിടെ നിന്നും പോകുന്നു. സാമുവൽ പോയതും വീണ തിരികെ സ്റ്റേഷനകത്തേക്ക് വന്നിട്ട് ആന്റണിയോട്, സാർ ഇപ്പോൾ ചോദിച്ച രാജീവ് എന്റെ കസിനാണെന്നും പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നതും എന്ന് പറയുന്നു. അതിന് ആന്റണി, ഐറിനപ്പോൾ രാജീവ് തന്റെ കസിനാണെന്നുള്ള കാര്യം അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിന് വീണ, ഇല്ല സാർ, അത് അവളെ ഞാൻ അറിയിച്ചില്ല. ഞങ്ങൾ ഫ്രണ്ട്സായി കുറച്ചുനാൾ കഴിഞ്ഞാണ് അവളും രാജീവും തമ്മിലുള്ള പ്രശ്നം ഞാൻ അറിയുന്നത്. അതിനാൽ ഞാനും രാജീവും കസിനാണെന്നുള്ള കാര്യം അവൾ അറിയാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ CI ആന്റണിയും പോലീസുകാരും ഐറിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. CI ആന്റണി തന്റെ കൂടെ ഉണ്ടായിരുന്ന ASI വിദ്യയെയും ഹെഡ് കോൺസ്റ്റബിൾ ജോണിയെയും മറ്റൊരു റൂട്ടിലൂടെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടതിനു ശേഷം ആന്റണി ഐറിന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു കടയുടെ CCTV വിഷ്വൽ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ്. അതായത് സാമുവൽ തന്റെ മകളുമായി അവസാനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരോ ഒരാൾ കാറിന്റെ ഡോറിൽ തട്ടുന്നുണ്ട് എന്നും പറഞ്ഞാണ് ഐറിൻ ഫോൺ കട്ട് ചെയ്തതെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് വേറെ ആരുമല്ല, ആന്റണി ആയിരുന്നു ഐറിന്റെ കാറിന്റെ ഡോറിൽ തട്ടിയത്. ആന്റണി ഐറിനോട്, നീ എപ്പോഴും നിയമത്തെ കുറിച്ച് സംസാരിക്കുന്നവളല്ലേ, പിന്നെ എന്തിനാണ് ഈ നോ പാർക്കിംഗിൽ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിന് ഐറിൻ, സാർ, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, നമുക്ക് നാളെ സംസാരിക്കാം എന്നും പറഞ്ഞ് കാറും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അതുകണ്ട് കലിപ്പായ ആന്റണി തന്റെ പോലീസ് വണ്ടിയും എടുത്ത് ഐറിന്റെ വണ്ടിയുടെ പുറകെ പോകുന്നു. ഇതായിരുന്നു ആ CCTV വിഷ്വൽസിൽ ഉണ്ടായിരുന്നത്. അതുകണ്ട് ആന്റണി ആ CCTV ഫുട്ടേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിനു ശേഷം ആ കടയുടെ ഉടമസ്ഥനോട്, ആര് വന്ന് ചോദിച്ചാലും ഒരു മാസമായി തന്റെ കടയുടെ CCTV വർക്ക് ചെയ്യുന്നില്ലെന്നും ഞാൻ തന്റെ കടയിലേക്ക് വന്നിട്ടുമില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതേസമയം അവിടെയുള്ള ഒരു കാടിനകത്തു നിന്നും ഐറിന്റെ ഡെഡ് ബോഡി പോലീസുകാർ കണ്ടെത്തുകയാണ്. അതറിഞ്ഞ് ജനങ്ങളും പത്രക്കാരുമെല്ലാം അവിടെ തടിച്ചുകൂടി. അതറിഞ്ഞെത്തിയ ഐറിന്റെ അച്ഛനും അമ്മയും ചങ്കുപൊട്ടി കരയുകയായിരുന്നു. അവിടെ നിന്നും ഐറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസുകാരോട് വളരെ മൃഗീയമായിട്ടാണ് ഐറിനെ കൊന്നിരിക്കുന്നത്. അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവളുടെ നാക്കും ചുണ്ടുമെല്ലാം മുറിച്ചു മാറ്റിയിരുന്നു. എന്തോ കുറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പക തീർത്തതുപോലെയാണ് ബോഡി കണ്ടിട്ട് തോന്നുന്നത്. കട്ടിയുള്ള എന്തോ ഒരു ഒബ്ജക്ട് വെച്ച് മുഖത്തും തലയ്ക്കും നല്ല രീതിയിൽ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേസമയം ഐറിന്റെ അച്ഛൻ സാമുവൽ SP-ക്ക് ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ആന്റണിയെ മാറ്റി വേറെ ആരെയെങ്കിലും നിയമിക്കണമെന്ന് പരാതി കൊടുക്കുന്നു. അങ്ങനെ SP-യുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം DYSP ഫിറോസ് ഏറ്റെടുക്കുകയും ഒരു ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. കേസിന്റെ അതുവരെയുള്ള അപ്ഡേറ്റിനെ കുറിച്ച് അറിയാൻ വന്ന DYSP ഫിറോസിനോട് ആന്റണിയുടെ സ്റ്റേഷനിലുള്ള ASI വിദ്യ പറയുന്നു. ഈ കേസിലെ പ്രൈം സസ്പെക്ട് ആയ രാജീവ് എന്ന ഒരു പയ്യനെ ഐറിന്റെ ഡെഡ് ബോഡി കിട്ടിയതിനു ശേഷം മിസ്സിംഗ് ആണ്. പിന്നെ ഒരു പ്രധാന കാര്യമുള്ളത് ഐറിന്റെ അച്ഛൻ സാമുവലിനെ സൂക്ഷിച്ചു ഹാൻഡിൽ ചെയ്യണം. കാരണം ഈ സാമുവൽ വളർന്നത് കുട്ടിക്കാനത്തുള്ള സെന്റ് ജോസഫ് ഓർഫനേജിലാണ്. പഠിക്കാൻ നല്ല കഴിവുണ്ടായിരുന്ന സാം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചയാളാണ്. പഠനം കഴിഞ്ഞ സാമും തന്റെ 2-3 കൂട്ടുകാരും കൂടി എറണാകുളത്ത് ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനി തുടങ്ങി. കമ്പനി നല്ല രീതിയിൽ വളരുകയും ചെയ്തു. അപ്പോഴാണ് സാമുവലിന്റെ പാർട്ട്ണർമാരിൽ ഒരാൾ ഗവൺമെന്റ് സൈറ്റ് ഹാക്ക് ചെയ്ത് തന്റെ നക്സൽ കൂട്ടുകാരെ സഹായിച്ചത്. ഈ സംഭവത്തിൽ സാമുവലിന് പങ്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കമ്പനി പാർട്ട്ണർ ആയിരുന്നതിനാൽ സാമും പെട്ടു. അങ്ങനെ ആ കമ്പനി പൂട്ടിപ്പോവുകയും സാമിന്റെ കരിയർ തന്നെ ഇല്ലാതാവുകയും ചെയ്തു. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷനും കരിയറും എല്ലാം നഷ്ടപ്പെട്ടിരുന്ന സാമിന്റെ മകളും കൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ സാം ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. അതേസമയം ആന്റണിയും ഓരോരോ സ്ഥലത്ത് പോയി CCTV എല്ലാം ചെക്ക് ചെയ്യുന്നതായി കാണിക്കുകയാണ്. അപ്പോഴാണ് അടുത്തൊരു ട്വിസ്റ്റ്. അതായത് പ്രതിയെന്ന് സംശയിക്കുന്ന രാജീവും ആന്റണിയും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാറിൽ ഉണ്ടായിരുന്നു. അത് കണ്ട ആന്റണി ആ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യുകയും ഇതിനെക്കുറിച്ച് ആരോടും പറയരുതെന്ന് പറയുകയും ചെയ്യുന്നു. അതേസമയം ആന്റണിയുടെ ഫോണിലേക്ക്, ഞാൻ രാജീവാണ്, വേഗം എന്നെ ഫോൺ ചെയ്യ്, അർജന്റ് ആണ് എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് വരുന്നതായി കാണിക്കുന്നു. ഉടൻ തന്നെ ആന്റണി ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു. എന്നാൽ ഫോണിൽ രാജീവിന്റെ അമ്മയായിരുന്നു.
ആയിരുന്നു. രാജീവിന്റെ അമ്മ ആന്റണിയോട് സാറിന്റെ പേരിൽ എന്റെ വീട്ടിലേക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതേസമയം സൈബർ സെല്ലിലുള്ളവർ ഡിവൈഎസ്പി ഫിറോസിനെ ഫോൺ ചെയ്ത് രാജീവിന്റെ നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് രാജീവിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഉടൻ തന്നെ ഡിവൈഎസ്പി ഫിറോസ് അവിടേക്ക് പോവുകയും ചെയ്തു. അതേസമയം രാജീവിന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ആന്റണി രാജീവിന്റെ വീട്ടിലെത്തിയിരുന്നു. അവിടെ ആന്റണിയുടെ പേരിൽ വന്ന പാഴ്സലിൽ ഉണ്ടായിരുന്നത് രാജീവിന്റെ ഫോൺ ആയിരുന്നു. ആന്റണി ആ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഗാലറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗാലറിയിൽ ഒരു വീഡിയോയും. ആന്റണി ആ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അതേസമയം ഫോണിന്റെ ലൊക്കേഷൻ വെച്ച് ഡിവൈഎസ്പി ഫിറോസും അവിടെ എത്തിയിരുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്നാണ് ആ വീഡിയോ കാണുന്നത്. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ആ വീഡിയോയിൽ ഐറിന്റെ അച്ഛൻ സാമുവലായിരുന്നു ഉണ്ടായിരുന്നത്. സാമുവലിന്റെ കയ്യിൽ ഒരു ചാക്കും ആ ചാക്കിനകത്ത് ഇവർ തേടിക്കൊണ്ടിരുന്ന രാജീവും ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ സാമുവൽ ആന്റണി സാർ ഇവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നും പറഞ്ഞ് രാജീവിനെ ആ ചാക്കിനകത്ത് വെച്ച് കെട്ടിയതിനു ശേഷം കുറെ വേട്ടപ്പട്ടികളെ തുറന്നു വിടുന്നു. ആ വേട്ടപ്പട്ടികൾ ചാക്കിനകത്തുണ്ടായിരുന്ന രാജീവിനെ കടിച്ചു പറിക്കാൻ തുടങ്ങി. പിന്നീട് ആ വീഡിയോയിൽ രാജീവിന്റെ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം സാമുവൽ ആന്റണി സാറേ, എന്റെ മകൾ മരിക്കാൻ കാരണക്കാരനായ അടുത്തയാൾ നിങ്ങളാണ്. അതിനാൽ നിങ്ങളുടെ മരണം കൂടി കണ്ടാലേ എന്റെ മകൾക്ക് ശാന്തി ലഭിക്കൂ എന്നും പറഞ്ഞ് ആ വീഡിയോയും അവസാനിക്കുന്നു. അങ്ങനെ ഡിവൈഎസ്പി ഫിറോസ് ആന്റണിയെയും കൂട്ടി എസ്പിയുടെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എസ്പി ആന്റണിയോടും, ആന്റണി ഈ കേസുമായി നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പറ, ഞങ്ങൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറയുന്നു. അതിന് ആന്റണിയും എനിക്കറിയില്ല സാറേ, മാത്രവുമല്ല ആ രാജീവ് ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നു. അടുത്തതായി കാലടി സ്റ്റേഷനിലേക്ക് ആന്റണിയെ കാണാനായി റിപ്പോർട്ടറായ ശ്രേയ എന്നൊരു പെൺകുട്ടി വന്നിട്ട്, സാർ ഞങ്ങളുടെ ഓഫീസിലേക്ക് കുറച്ചു മുമ്പ് ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഐറിൻ കേസിലെ പ്രതി കുറച്ചു നേരത്തിനകം ഈ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ പോവുകയാണ് എന്നും പറഞ്ഞു. അതിന് പോലീസുകാർ അത് വല്ല പ്രാങ്ക് കോളും ആയിരിക്കാം എന്ന് പറയുന്നു. അപ്പോഴേക്കും ആ സ്റ്റേഷന് പുറത്ത് ധാരാളം ന്യൂസ് ചാനലുകാർ വന്നിരുന്നു. അതേസമയം ആ സ്റ്റേഷനിലേക്ക് ഒരു കാറും വന്നിരിക്കുകയാണ്. ആ കാറിലുണ്ടായിരുന്നത് ഐറിന്റെ അച്ഛൻ സാമുവലായിരുന്നു. അത് കണ്ട് പോലീസുകാർ സാമുവലിനെ ആന്റണിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആന്റണി സാമുവലിനോട്, നിങ്ങളുടെ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനല്ല, ഡിവൈഎസ്പി ഫിറോസ് ആണ്. ഞാൻ ഫിറോസിനെ വിളിച്ച് വരാൻ പറയാം, നിങ്ങൾ സഹകരിക്കണം. നിങ്ങൾ ഇപ്പോൾ രാജീവ് കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറയുന്നു. അതിന് സാമുവൽ, സാർ അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പുറത്തു നിൽക്കുന്ന പത്രക്കാരെ വിളിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. രാജീവ് മരിക്കാൻ നേരം എന്നോട് പറഞ്ഞിരുന്നു എന്റെ മകൾ ഐറിന്റെ മരണത്തിന് പിന്നിലെ രണ്ടാമൻ സാറാണെന്ന്. അതിനാൽ ആ പത്രക്കാരെ എല്ലാം വിളിച്ച് അവരുടെ മുമ്പിൽ വെച്ച് സാറ് എന്റെ മകളുടെ മരണത്തിന് സാർ ഉത്തരവാദിയാണെന്ന് സമ്മതിക്കണം എന്ന് പറയുന്നു. എന്നാൽ അതിന് ആന്റണി, തനിക്കൊന്നും അറിയില്ല, താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അതിന് സാമുവൽ, എനിക്ക് സാറിന്റെ ഫോൺ ഒന്ന് തരാമോ, ഒരു ഫോൺ ചെയ്യാനാണ് എന്നും പറഞ്ഞ് ആന്റണിയുടെ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്യുന്നു. എന്നിട്ട് ആന്റണിയോട് ഈ നമ്പർ ഓർത്തു വെച്ചോ, പിന്നീട് ആവശ്യം വരും എന്നും പറഞ്ഞ് ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതായത് ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ആന്റണിയുടെ മകൻ ഫിലിപ്പ് ആയിരുന്നു. സാമുവൽ ഫിലിപ്പിനെ ഒരു പെട്ടിയിലാക്കി എവിടെയോ ഒരിടത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഫോൺ എടുത്ത ഫിലിപ്പ് തന്റെ അച്ഛനോട് പേടിച്ചു കരഞ്ഞുകൊണ്ട്, അച്ഛാ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കച്ച എന്നും പറഞ്ഞ് കരയുകയാണ്. അത് കേട്ട് ആന്റണിക്ക് സങ്കടവും ദേഷ്യവും പേടിയും എല്ലാം വരുന്നുണ്ടായിരുന്നു. ആന്റണി ഫിലിപ്പിനോട്, മോനെ ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ASI വിദ്യയോട് സൈബർ സെല്ലിൽ വിളിച്ച് ആ നമ്പറിന്റെ ലൊക്കേഷൻ എടുക്കാൻ പറയുന്നു. എന്നിട്ട് സാമുവലിനെ പിടിച്ച് നല്ല രീതിയിൽ ഇടിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തന്റെ തോക്കെടുത്ത് സാമുവലിന്റെ നെറ്റിയിൽ വെച്ചിട്ട് എന്റെ മകൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിന് സാമുവൽ, മരണത്തിനൊന്നും എന്നെ പേടിപ്പിക്കാൻ കഴിയില്ല സാറേ എന്നും പറഞ്ഞ് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പോയിസൺ ബോട്ടിൽ എടുത്ത് പോലീസുകാരെ കാണിക്കുന്നു. അതായത് ഓൾറെഡി ആ ബോട്ടിലിൽ ഉണ്ടായിരുന്ന പോയിസൺ കുടിച്ചിട്ട് തന്നെയാണ് സാമുവൽ അവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിസ്സഹായനായ ആന്റണി, നോക്ക് സാമുവൽ, സത്യമായിട്ടും നിങ്ങളുടെ മകളുടെ മരണത്തിന് ഞാൻ ഉത്തരവാദിയല്ല. ദയവായി എന്റെ മകൻ എവിടെയാണെന്ന് പറയാമോ? ആ രാജീവ് ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നു. അതിന് സാമുവൽ ചിരിച്ചുകൊണ്ട് ആ ടിവിയിലെ വാർത്ത എന്താണെന്ന് നോക്കാൻ പറയുന്നു. നോക്കുമ്പോൾ ആ ടിവിയിലെ വാർത്തയിൽ ഐറിന്റെ കേസിൽ ആന്റണിക്ക് പങ്കുണ്ടെന്നും അതിന്റെ തെളിവായി 2 CCTV വിഷ്വൽസും ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഏതൊക്കെ വീഡിയോ ആണെന്ന് വെച്ചാൽ ഐറിൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം ആന്റണിയും രാജീവും ബാറിലിരുന്ന് ചർച്ച ചെയ്യുന്നതിന്റെയും ഐറിൻ മരിച്ച ദിവസം ആന്റണി അവളുടെ കാർ ഫോളോ ചെയ്യുന്നതിന്റെയും ഫുട്ടേജ് ആയിരുന്നു അത്. ഈ 2 ഫുട്ടേജും ആന്റണി ഡിലീറ്റ് ചെയ്തതായിരുന്നു. എന്നാൽ സാമുവൽ ഒരു ഹാക്കർ ആണല്ലോ, അതിനാൽ തന്നെ ആന്റണി ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാം സാമുവൽ അപ്ലോഡ് ചെയ്തെടുക്കുകയും ചെയ്തു. അതെല്ലാം കണ്ട് ആന്റണി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സാമുവൽ ആന്റണിയോട്, എന്റെ മകൾ മരിച്ചതുപോലെ നിന്റെ മുമ്പിൽ വെച്ച് നിന്റെ മകനും മരിക്കും. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് എത്രമാത്രം കൊടൂരമാണെന്ന് നീയും അറിയണം എന്ന് പറയുന്നു. അതിന് ആന്റണി, നിനക്ക് എന്നോട് എന്തെങ്കിലും
എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് തീർക്കും, അവനെ വെറുതെ വിടാൻ പറയുകയാണ്. എന്നാൽ അപ്പോഴേക്കും സാമുവൽ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. അത് കണ്ട ആന്റണി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോടെല്ലാവരോടും ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ എന്റെ മകൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അതിനാൽ അവനെ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ആന്റണിയുടെ മകനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. അത് ശരിക്കും ആന്റണിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല, ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്വമായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ആന്റണി തന്റെ മകൻ ഫിലിപ്പിനെ ഫോൺ ചെയ്ത്, മോനെ നീ പേടിക്കേണ്ട, ഞങ്ങൾ നിന്നെ ഉടനെ തന്നെ കണ്ടുപിടിക്കും, നിന്റെ ഫോണിൽ നിന്നും ഒരു ലൊക്കേഷൻ അയക്കാമോ എന്ന് ചോദിക്കുന്നു. അതിന് ഫിലിപ്പ് ഇതൊരു പഴയ മോഡൽ നോക്കിയ ഫോൺ ആണെന്നും ഇതിൽ ചാർജ് വളരെ കുറവാണെന്നും പറയുന്നു. അതേസമയം സൈബർ സെല്ലുകാർ ആ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അവർ ആ ഫോണിലുള്ള സിമ്മിന്റെ ഉടമസ്ഥന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അത് ആലുവ സ്വദേശിയായ അഹമ്മദ് മുസ്തഫ എന്ന ഒരാളുടെ പേരിലുള്ള സിം ആയിരുന്നു. അഹമ്മദ് മുസ്തഫ എന്ന പേര് കേട്ടപ്പോൾ ആന്റണിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഓർമ്മ വരാൻ തുടങ്ങി. ആന്റണി ഉടൻ തന്നെ ആലുവ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഒരു കേസിന്റെ നമ്പർ പറഞ്ഞു കൊടുത്ത് ആ കേസ് ഫയലിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ, അർജന്റ് സിറ്റുവേഷൻ ആണെന്ന് പറയുന്നു. അങ്ങനെ ആലുവ സ്റ്റേഷനിൽ നിന്നും ആ കേസ് ഫയലിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. കേസ് നടക്കുന്നത് 2001 കാലഘട്ടത്തിലാണ്. വിക്ടിം ഒരു മൈനർ പെൺകുട്ടിയാണ്. 16 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതാണ്. ആ റേപ്പ് ചെയ്ത പയ്യന്റെ പേര് അഹമ്മദ് മുസ്തഫ. അവനെ അറസ്റ്റ് ചെയ്ത് 20 വർഷത്തേക്ക് ശിക്ഷയും വിധിച്ചിരുന്നു. അതിന് ആന്റണി ഈ അഹമ്മദ് മുസ്തഫ ഇപ്പോൾ എന്തു ചെയ്യുകയാണ് എന്ന് ചോദിക്കുന്നു. അതിന് ആലുവ സ്റ്റേഷനിൽ നിന്നും, സാർ, ഈ അഹമ്മദ് മുസ്തഫ ചെറുപ്പത്തിൽ ഒരു ഓർഫനേജിലാണ് വളർന്നത്. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവൻ 2021 സൂയിസൈഡ് ചെയ്ത് മരിക്കുകയും ചെയ്തു. ഈ കേസിലെ പ്രശ്നം എന്തെന്നാൽ ഈ കേസിലെ യഥാർത്ഥ പ്രതി ഈ അഹമ്മദ് മുസ്തഫ ആയിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ മുൻ MLA ഇന്ദിരയുടെ മകൻ സൂരജ് ആയിരുന്നു പ്രതി. ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്നാൽ മുൻ MLA ഇന്ദിര ഇപ്പോൾ മിസ്സിംഗ് ആണെന്നും പറഞ്ഞ് അവരുടെ മകൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അവരുടെ അമ്മയെ ആരോ വാഗമണ്ണിലുള്ള ലിബർട്ടി എന്ന ഹോട്ടലിലെ 403 നമ്പർ റൂമിൽ പൂട്ടി വെച്ചിരിക്കുകയാണ് എന്ന് മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞാണ് കംപ്ലൈന്റ്. ഇതിലെ പ്രശ്നം എന്തെന്നാൽ ഞങ്ങൾ അവർക്ക് മെസ്സേജ് പോയ ആ നമ്പറിനെ കുറിച്ച് അന്വേഷിച്ചു. സാറിന്റെ നമ്പറിൽ നിന്നാണ് അവർക്ക് മെസ്സേജ് പോയിരിക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ട് ആന്റണി ഞടുങ്ങിപ്പോയി. എന്റെ നമ്പറിൽ നിന്നോ? ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യൂ, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതേസമയം ആന്റണിയുടെ അടുത്തുണ്ടായിരുന്ന ASI വിദ്യ ആന്റണിയോട് ചോദിക്കുന്നു, സാർ എന്തിനാണ് മകനെ അന്വേഷിക്കാതെ ആ അഹമ്മദ് മുസ്തഫയുടെ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ആന്റണി, സാമുവൽ നമ്മളെ വെച്ച് കളിക്കുകയാണ്. അതായത് ഫിലിപ്പിന്റെ കയ്യിൽ ഇപ്പോൾ സാം കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ മൊബൈൽ നമ്പറിന്റെ അവസാന 5 അക്കവും ഞാനിപ്പോൾ ചോദിച്ച കേസ് ഫയലിന്റെ നമ്പരും ഒന്നാണ്. അതുപോലെ ആ കേസിലെ അക്യൂസ്ഡിന്റെ പേരും ആ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുടെ പേരും ഒന്നു തന്നെയാണ്, അഹമ്മദ് മുസ്തഫ. ഈ കേസിന്റെ നമ്പരും അക്യൂസ്ഡിന്റെ പേരും ഞാൻ ഒരിക്കലും മറക്കില്ല. എന്തെന്നാൽ ഞാൻ ആദ്യമായി അന്വേഷിച്ച കേസാണിത്. അതേസമയം TV ന്യൂസിലെല്ലാം മുൻ MLA ഇന്ദിരയുടെ ന്യൂസ് വരാൻ തുടങ്ങിയിരുന്നു. ന്യൂസിൽ MLA കടത്തപ്പെട്ടതായിരുന്നില്ല വിഷയം, മറിച്ച് ഇന്ദിര തന്റെ തെറ്റെല്ലാം ഏറ്റുപറയുന്ന വീഡിയോയാണ് ന്യൂസിൽ ഓടിക്കൊണ്ടിരുന്നത്. അതായത് പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ MLA ആയിരുന്ന സമയം പ്രിയ എന്നൊരു പെൺകുട്ടിയുടെ മർഡർ കേസ് നടന്നിരുന്നു. ആ കേസിൽ നിരപരാധിയായിരുന്ന അഹമ്മദ് മുസ്തഫ എന്നയാളാണ് ശിക്ഷ അനുഭവിച്ചത്. ശരിക്കും അന്ന് ആ കൊലപാതകം ചെയ്തത് എന്റെ മകൻ സൂരജ് ആയിരുന്നു. അന്ന് MLA ആയിരുന്നു ഞാൻ. എന്റെ പദവി വെച്ച് എന്റെ മകനെ ഞാൻ രക്ഷിച്ചു. അന്ന് ആ കേസ് അന്വേഷിച്ച ആന്റണി സേവ്യർ എന്ന SIക്ക് ഞാൻ കാശും കൊടുത്തിരുന്നു എന്നായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതേസമയം വാഗമൺ സ്റ്റേഷനിലെ SI സന്ധ്യ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ആന്റണിയുമായി സംസാരിക്കുകയാണ്. സന്ധ്യ ഇപ്പോൾ ആന്റണിയെ വിളിച്ചിരിക്കുന്നത് ആന്റണിയുടെ ഫോണിൽ നിന്നും സന്ധ്യയ്ക്ക് മെസ്സേജ് പോയത് കൊണ്ടാണ്. എന്നാൽ ആ മെസ്സേജ് അയച്ചത് ആന്റണി ആയിരുന്നില്ല. സന്ധ്യ ആന്റണിയോട് സാറിന്റെ സ്റ്റേഷനിൽ കീഴടങ്ങിയെന്ന് വാർത്തയിൽ കാണിക്കുന്ന സാമുവൽ ഈ അടുത്തായി 1-2 തവണ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. പക്ഷേ അന്നയാൾ എന്നോട് പറഞ്ഞത് ആന്റണി സേവ്യർ എന്ന പേരാണ്. ഞങ്ങളുടെ ഈ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ജനുവരിയിൽ എലിസബത്ത് എന്നൊരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിരുന്നു. ആ എലിസബത്ത് കേസിന്റെ കേസ് ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയാണ് സാമുവൽ ഇവിടെ വന്നത്. സാമുവലിന്റെ മകൾ ഐറിൻ കൊല ചെയ്യപ്പെട്ടതുപോലെ തന്നെയാണ് എലിസബത്തും കൊല ചെയ്യപ്പെട്ടത്. രണ്ടും തമ്മിൽ നല്ല സാമ്യമുണ്ടായിരുന്നു. അത് കേട്ട് ആന്റണി തന്റെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ASI വിദ്യയോട് എലിസബത്ത് കേസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും മേടിക്കാൻ പറയുന്നു. അതേസമയം ന്യൂസ് ചാനലുകളിലെല്ലാം സ്റ്റേഷനിലേക്ക് വന്ന സാമുവൽ മരിച്ചുവെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിരുന്നു. അതറിഞ്ഞ SP ആന്റണിയെ ഫോൺ ചെയ്ത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, നീ എല്ലാ ലിമിറ്റും കടന്നിരിക്കുകയാണ്, ഇനി എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ് വഴക്ക് പറയുന്നു. അതിന് ആന്റണി, സാർ സറണ്ടർ ആകാൻ ഞാൻ റെഡിയാണ്, എന്നാൽ അതിപ്പോഴല്ല, എനിക്കൊരു 1/2 മണിക്കൂർ സമയം കൂടി തരണം, അതിനുശേഷം ഞാൻ ഉറപ്പായും സാറിന്റെ അടുത്ത് വന്ന് സറണ്ടർ ആയിക്കോളാം
ചെയ്യാം എന്ന് പറയുന്നു. അതേസമയം ASI വിദ്യ എലിസബത്തിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആന്റണിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആന്റണിയോട്, സാർ, ഞാൻ എലിസബത്തിന്റെയും ഐറിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയതിൽ നിന്നും രണ്ടും ചെയ്തത് ഒരാളായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. ഐറിന്റെ നാക്കും വിരലും ചുണ്ടുമെല്ലാം എങ്ങനെ മുറിച്ചിരുന്നോ അതുപോലെ തന്നെയാണ് എലിസബത്തിനെയും ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. എലിസബത്തിന്റെ കേസ് ഫയൽ ചെക്ക് ചെയ്ത ആന്റണി എലിസബത്ത് മരിക്കാൻ നേരം 2-3 തവണ ഒരു ഫോൺ നമ്പറിലേക്ക് വിളിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് ആന്റണി കോൾ ചെയ്യുകയാണ്. അത് എലിസബത്തിന്റെ സഹോദരൻ ഇമ്മാനുവലിന്റെ നമ്പർ ആയിരുന്നു. ഇമ്മാനുവൽ ശരിക്കും ആന്റണിയുടെ കോൾ പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ഇമ്മാനുവൽ ആന്റണിയോട് 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറയുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ആന്റണി വീണ്ടും ഇമ്മാനുവലിനെ കോൾ ചെയ്യുന്നു. എന്നാൽ ഇമ്മാനുവലിന് ചെയ്ത കോൾ കൺവേർട്ടായി സാമുവലിന്റെ ഭാര്യ തെരേസയ്ക്കാണ് പോയത്. ആന്റണി തെരേസയോട് എന്റെ മകൻ ഫിലിപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിന് തെരേസ, ആലുവ സ്റ്റേഷനിൽ നീ അന്വേഷിച്ച നിന്റെ ആദ്യ കേസ് മുതൽ മരിച്ചുപോയ ഞങ്ങളുടെ മകൾ ഐറിന്റെ കേസ് വരെ നീ അന്വേഷിച്ചിട്ടുള്ള സകല കേസുകളും എന്റെ ഭർത്താവ് സാമുവൽ അന്വേഷിച്ചിരുന്നു. ഐറിന്റെ കേസിനെ കുറിച്ച് അന്വേഷിച്ച സാമുവലിന്റെ അന്വേഷണം അവസാനം എലിസബത്തിന്റെ കേസിലാണ് വന്നു നിന്നത്. എലിസബത്തിന്റെ കേസിനെ കുറിച്ച് അന്വേഷിച്ച സാമുവൽ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ പോയിരുന്നു. അവിടെ വെച്ച് കോൺവെന്റിലെ ഒരു സിസ്റ്റർ ഭയങ്കര കുസൃതിയായിരുന്ന ഒരു പയ്യനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ പയ്യൻ സ്കൂളിലെ എല്ലാ കുട്ടികളോടും വഴക്കുണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആ പയ്യൻ ഒരു പെൺകുട്ടിയുടെ പാവാട വലിച്ചൂരുകയും ചെയ്തു. അത് വളരെ വലിയ ഇഷ്യൂ ആയി മാറി. അങ്ങനെ ആ പയ്യന്റെ പേരൻസിനെ സ്കൂളിലേക്ക് വിളിക്കുകയും ചെയ്തു. ആ പയ്യനാണെങ്കിൽ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവന്റെ അച്ഛൻ അവന് വളരെ വലിയ ശിക്ഷയാണ് കൊടുത്തത്. അതായത് മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ ഡ്രസ്സ് മുഴുവനും അഴിച്ച് അതിലെ മുഴുവനും ഓടിച്ചു. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ആ കുട്ടിക്ക് വീണ്ടും അവിടേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടാകാറില്ല. എന്നാൽ അവൻ അവന്റെ അച്ഛനെ പേടിച്ച് വീണ്ടും അവിടേക്ക് തന്നെ വന്നു. ഇപ്പോഴാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതായത് ഇപ്പോൾ പറഞ്ഞ ആ കുട്ടിയുടെ അച്ഛൻ എന്നത് ആന്റണി ആയിരുന്നു. കുട്ടി ആന്റണിയുടെ മകൻ ഫിലിപ്പും. അങ്ങനെ ഫിലിപ്പ് വളർന്നു വലുതായപ്പോൾ ഫെമിനിസ്റ്റ് ആയ എലിസബത്തുമായി അവൻ പ്രണയത്തിലായി. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എലിസബത്തിന്റെ ഫെമിനിസം ഫിലിപ്പിന്റെ ഉള്ളിലെ സൈക്കോപാത്തിനെ ട്രിഗർ ചെയ്തു. അങ്ങനെ അവൻ എലിസബത്തിനെ കൊന്നു. എലിസബത്തിനെ കൊന്ന അവൻ അടുത്ത ഇരയ്ക്കായി തേടി നടക്കുകയായിരുന്നു. അങ്ങനെ അവൻ കണ്ടെത്തിയതാണ് ഐറിനെ. ഇതെല്ലാം സാമുവൽ രാജീവിനെ പിടികൂടിയപ്പോൾ രാജീവ് സാമുവലിനോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതേസമയം ഐറിൻ മരിച്ചത് എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. ഒരു ദിവസം ആന്റണി തന്റെ മകൻ ഫിലിപ്പും രാജീവും ഒരു ലോഡ്ജിൽ ഡ്രഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത് പിടിച്ചപ്പോൾ അവർ രണ്ടുപേരും ആന്റണിയെ തള്ളിയിട്ട് ഓടിയതായി പറഞ്ഞിരുന്നല്ലോ. അവരൊന്ന് ഓടി വന്ന് തങ്ങളുടെ കാറിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു. അതേസമയം അവരെ തിരക്കി വന്ന ആന്റണി കാണുന്നത് നോർത്ത് പാർക്കിംഗിൽ കാർ പാർക്ക് ചെയ്ത് തന്റെ അച്ഛനെയും അമ്മയെയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറിനെയാണ്. അവിടെ വെച്ച് ഐറിനും ആന്റണിയും ഉറക്കാവുകയും ഐറിൻ തന്റെ കാറും എടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്തു. അത് കണ്ട് കലിപ്പായ ആന്റണി തന്റെ പോലീസ് ജീപ്പും എടുത്ത് ഐറിന്റെ പുറകെ പോവുകയും ചെയ്തു. ഇതെല്ലാം തങ്ങളുടെ കാറിലിരുന്ന് ഫിലിപ്പും രാജീവും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും ഐറിന്റെയും ആന്റണിയുടെയും പുറകെ പോകുന്നു. തന്റെ പുറകെ ആന്റണി വരുന്നുണ്ടെന്നറിഞ്ഞ ഐറിൻ ആന്റണി കാണാതെ വണ്ടി മറ്റൊരു റോഡിലേക്ക് തിരിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ അവരുടെ പുറകെ വന്നുകൊണ്ടിരുന്ന ഫിലിപ്പും രാജീവും ഐറിനെ കാണുകയും ചെയ്തു. അങ്ങനെ ഫിലിപ്പ് ഐറിനടുത്തേക്ക് വരികയാണ്. ഫിലിപ്പ് ഐറിനടുത്ത് വന്നതും ഐറിൻ അവനെ തള്ളിവിട്ട് തന്റെ കാറുമായി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും താഴെ വീണ ഫിലിപ്പ് ഒരു കല്ലും എടുത്തു വന്ന് ഐറിന്റെ മുഖം ഇടിച്ചു പൊളിക്കുകയാണ്. അതെ, ഫിലിപ്പിന്റെ ഉള്ളിൽ സൈക്കോ ഉണർന്നിരുന്നു. അടിച്ചു കിറങ്ങിയിരുന്ന രാജീവ് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ തന്റെ കാറിൽ ഓഫായി ഇരിക്കുകയായിരുന്നു. ഇതെല്ലാം തെരേസ ആന്റണിയോട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എല്ലാം പറഞ്ഞതിനു ശേഷം തെരേസ, ഞാനൊരു നമ്പർ തരാം, അത് നോട്ട് ചെയ്തോ, ഇതാണ് നിനക്കുള്ള അവസാനത്തെ ക്ലൂ എന്നും പറഞ്ഞ് ഒരു ഫോൺ നമ്പർ ആന്റണിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തെരേസ മരിക്കുകയും ചെയ്തു. അതായത് തെരേസയും ഭർത്താവ് സാമുവൽ കുടിച്ച അതേ വിഷം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ആന്റണിയോട്, സാർ, വേഗം ആ നമ്പറിലേക്ക് വിളിക്കു സാർ, ഇതാണ് നമുക്കുള്ള അവസാനത്തെ ക്ലൂ എന്ന് പറയുന്നു. അതിന് ആന്റണി, ഈ തന്നിരിക്കുന്നത് എന്റെ നമ്പർ തന്നെയാണ് എന്ന് പറയുന്നു. അത് കേട്ട് ASI വിദ്യ, സാറിന്റെ നമ്പർ അവസാനത്തെ ക്ലൂ ആയിട്ട് തരണമെങ്കിൽ ഫിലിപ്പിനെ സാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരു സ്ഥലത്താണ് വെച്ചിട്ടുണ്ടാവുക, അതൊരു പക്ഷേ സാറിന്റെ വീട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാരും ആന്റണിയും എല്ലാം ആന്റണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നോക്കുമ്പോൾ ആന്റണിയുടെ വീടിന്റെ മുറ്റത്ത് ഒരു കുഴി തോണ്ടിയതിന്റെ അടയാളം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാരെല്ലാവരും ചേർന്ന് ആ കുഴി തോണ്ടുകയാണ്. ആ കുഴിക്കകത്ത് സാമുവൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ പെട്ടി പുറത്തെടുത്ത് തുറന്നു നോക്കുകയാണ്. ഇപ്പോഴാണ് അടുത്ത ഒരു ട്വിസ്റ്റ്. അതായത് ആ പെട്ടിക്കകത്തുണ്ടായിരുന്നത് ഫിലിപ്പ് ആയിരുന്നില്ല, മറിച്ച് സാമുവൽ കൊല ചെയ്തു എന്ന് പറഞ്ഞ രാജീവ് ആയിരുന്നു ആ
പെട്ടിയിൽ ഉണ്ടായിരുന്നത്, അതും ജീവനോടെ. അത് കണ്ട് ആന്റണിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. ആന്റണി വീണ്ടും തന്റെ മകൻ ഫിലിപ്പിനെ കണ്ടുപിടിക്കാനായി സാമുവൽ കൊടുത്ത ഓരോ ക്ലൂവും ഓർത്തെടുക്കാൻ തുടങ്ങി. ആദ്യം കൊടുത്ത ക്ലൂ ഫിലിപ്പിന്റെ നമ്പർ ആയിരുന്നു, അതായത് ഫിലിപ്പിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്ററായ പി. രണ്ടാമത്തെ ക്ലൂ MLA ഇന്ദ്രയുടെ വീഡിയോ ആയിരുന്നു, അതിലെ ഇന്ദ്രയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമായ I. മൂന്നാമത്തെ ക്ലൂ എന്നത് ഇമ്മാനുവലിന്റെ നമ്പർ ആയിരുന്നു, ഇമ്മാനുവലിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്ററായ E. നാലാമത്തെ ക്ലൂ തെരേസയുടെ നമ്പർ, തെരേസയുടെ ആദ്യ ലെറ്റർ T. അവസാനത്തെ ക്ലൂ ആന്റണിയുടെ തന്നെ നമ്പർ ആയിരുന്നു, ആന്റണിയുടെ ആദ്യത്തെ ലെറ്റർ A. അങ്ങനെ എല്ലാ ക്ലൂവിന്റെയും ആദ്യത്തെ ലെറ്റർ വെച്ച് പിയേറ്റ എന്നൊരു വാക്ക് കിട്ടി. പിയേറ്റ എന്നത് ഒരു ശില്പത്തിന്റെ പേരായിരുന്നു, അതായത് മരിച്ചു കിടക്കുന്ന ഈശോയെ മറിയം തന്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന രീതിയിലുള്ള സ്റ്റാച്ചുവിന്റെ പേരാണ് പിയേറ്റ. അങ്ങനെയുള്ള ഒരു രൂപം അവരുടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ആന്റണി വേഗം ആ പള്ളിയിലേക്ക് പോയി ആ പള്ളിയിലെ തന്റെ ഭാര്യയെ അടക്കിയ കല്ലറയ്ക്കടുത്തേക്ക് ചെല്ലുകയാണ്. ആന്റണിയുടെ മകൻ ഫിലിപ്പ് ആ കല്ലറയ്ക്കകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തന്റെ മകൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് ഓർത്ത ആന്റണി അവനെ അവിടെ നിന്നും രക്ഷിക്കാതെ തിരികെ പോവുകയാണ്. അതായത് തന്റെ മകൻ ചെയ്ത തെറ്റുകൾക്ക് ആന്റണി ശിക്ഷ നൽകുകയാണ്. ഒപ്പം SP-യുടെ അടുത്ത് ചെന്ന് താൻ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും ഏറ്റുപറയുന്നു. അതായത് തന്റെ മകനെ നല്ലൊരു മനുഷ്യനാക്കി വളർത്താൻ കഴിയാത്തതിനാൽ മകൻ ചെയ്ത തെറ്റുകളെല്ലാം താൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ഐറിന്റെയും എലിസബത്തിന്റെയും മരണത്തിന് കാരണം താനാണ് എന്നും പറഞ്ഞ് ആന്റണി സറണ്ടർ ആവുകയാണ്. ഇതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒപ്പം ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.